ഡിവൈഎഫ്ഐ കളരിക്കൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കായംകുളം ബ്ലോക്ക് സെക്രട്ടറി CA അഖിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കളരിക്കൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പഠനോപകരണ വിതരണം, ലഹരിക്കെതിരെ വീട്ടുമുറ്റ സദസ്സ് എന്നിവ സംഘടിപ്പിച്ചു. കളരിക്കൽ NSS കരയോഗ ഹാളിൽ ചേർന്ന സമ്മേളനം ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് സെക്രട്ടറി CA അഖിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് MSM കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ TR മനോജ് നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാഹുൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിശാഖ് സ്വാഗതം രേഖപ്പെടുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറേജ്, സന്ദീപ് ചന്ദ്രൻ, അഖിൽ ST, അഡ്വക്കേറ്റ് മിനിസ ജബ്ബാർ, ശ്രീകാന്ത്, MS ജിനു, V മുരളീധരൻ, B പവിത്രൻ, രാജേഷ് എന്നിവർ സംസാരിച്ചു. കീർത്തി നന്ദി രേഖപ്പെടുത്തി. ദിവസം വൈകുന്നേരം ചന്ദ്രൻ ചേട്ടനെ ഇതിൻ്റെ വിൽപ്പനക്കാർ മർദ്ദിച്ചു കൊന്നു. അങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഈ വിഷയം ഏറ്റെടുക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് അമ്മാവനെയൊക്കെ തേടി അന്ന് ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ഈ കൊട്ടുകൂടി വാറ്റുക എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അന്ന് ഈ പെരിയാറിൻ്റെ ഒരു കൈവഴിയുണ്ട്. ആ കൈവഴിയുടെ സൈഡിലാണ് അന്ന് നമ്മൾ രാവിലെയൊക്കെ അവിടെ കുളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഈ വാറ്റാൻ വേണ്ടി ഉപയോഗിച്ച ഉപകരണം ആ പെരിയാറിൻ്റെ താഴെ ഇങ്ങനെ പൂഴ്ത്തി വച്ചിട്ടുണ്ടാകും. ഇതിനുപയോഗിച്ചിട്ടുള്ള ഈ അടുപ്പ് അവിടെ ഉണ്ടാകും. പക്ഷേ 20 ദിവസം കൊണ്ട് ആ പ്രദേശത്തു നിന്ന് തന്നെ ഈ വ്യാജച്ചാരായത്തിൻ്റെ ഉൽപാദനവും നിർമ്മാണവും വിതരണവും മാറ്റിയെടുക്കാൻ അന്ന് ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ ആ സമയത്താണ് ഞങ്ങൾക്ക് ആവേശപൂർവം ഈ സംഘടനയിലേക്ക് വരുന്നത്. എൻ്റെ വിദ്യാർത്ഥി ജീവിത സമയത്തും അതിനുശേഷം വിവിധ മേഖലകളിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് MSM കോളേജിൽ 2010 ജോയിൻ ചെയ്യുന്ന സമയത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ 2009 വരെ ഞാൻ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ്റെ കാലടി മേഖലയിലെ അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറി, മേഖലാ സെക്രട്ടറിയായിട്ട് നിരവധി വർഷക്കാലം പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വലിയ സന്തോഷമാണ്. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, രാമപുരം.